നിന്നേടി, നിന്റെ ഊരുതണ്ടലൊക്കെ കഴിഞ്ഞോ? എന്താടി നാവിറങ്ങിപ്പോയോ? നീ എന്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേട്ടല്ലോ. എന്താ അത്? അല്ല, ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. എന്താ മിണ്ടാതെ നിൽക്കുന്നെ? ഈ വീട്ടിലെ ഏറ്റവും മുതിർന്ന അംഗ അമ്മ. അമ്മയുടെ ചോദ്യത്തിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്താ മോളെ? എന്താ പാർവതി, വന്ന് കയറിയപ്പോഴേ തുടങ്ങിയോ? എടാ, നീ മിണ്ടരുത്. ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതിന് ഉത്തരം ഇവള് പറഞ്ഞേ പറ്റൂ. മുത്തശ്ശിക്കറിയണോ ഞാൻ എന്താ അന്വേഷിക്കുന്നെന്ന്? പറയാം. മോളെ, സംശയങ്ങള് തീർത്ത് പോകുന്നല്ലേ അച്ഛൻ നല്ലത്. ശരിയാ മുത്തശ്ശി പറഞ്ഞത്. ഞാനൊരു അന്വേഷണത്തിലായിരുന്നു. അവസാനം അന്വേഷണത്തിന് ഫലവും ഉണ്ടായി. എന്തന്വേഷിച്ചു എന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആ രഹസ്യ ഞങ്ങൾക്ക് അറിയേണ്ടത്. രഹസ്യമൊക്കെ അങ്ങനെ പുറത്തു പറയാനുള്ളതാണോ മുത്തശ്ശി? പുറത്ത് പറഞ്ഞോ അത് പിന്നെ രഹസ്യം അല്ലാതായി പോവില്ലേ? എങ്കിലും പറയാം. മുത്തശ്ശി ചോദിച്ചാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഫിഷ് ഫാം, മീൻ വളർത്തുന്ന സ്ഥലമില്ലേ? അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു ഞാൻ. നമുക്കാണെങ്കിൽ ഒരെണ്ണം കണ്ടു കിട്ടണ്ടേ മുത്തശ്ശി? ഒടുക്കം കിട്ടി. കളിയാക്കിയാലുണ്ടല്ലോ. എടി, നീ മീനും ഇറച്ചി ഒന്നും അല്ല അന്വേഷിച്ചത്. പിന്നെന്താ അന്വേഷിച്ച്? അറിയെങ്കിൽ മുത്തശ്ശി എന്നെ പറയൂ. അത് പിന്നെ അപ്പൊ അറിയില്ല. അമ്മയ്ക്കറിയോ? അത് ചില സംശയങ്ങളുണ്ട് അമ്മയ്ക്ക്. അത് വെച്ചെന്നെ അളക്കല്ലേ അമ്മേ. അവസാന ശ്വാസം വരെ ഈ വീടിനും ഇവിടെ ഉള്ളവർക്കും വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാ ഞാൻ. അതൊക്കെ ഇവർക്ക് അറിയത്തില്ലേ മോളെ? മോളെ ഫിഷ് ഫാമിനെ കുറിച്ച് പറ. അതിപ്പോ ഈ ലീസിനാണോ റെന്റിനാണോ? പാട്ടത്തിനാച്ചാ. അതാ നമുക്ക് നല്ലത്. വിവരങ്ങള് വിശദമായിട്ട് ഞാൻ പിന്നെ അറിയിക്കാം മുത്തശ്ശി. കുറച്ച് ചർച്ച കൂടി നടത്താനുണ്ടേ.